ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് മോർണിംഗ് ആണ്, പക്ഷെ അത്ര നേരത്തുള്ളൊരു ഗുഡ് മോർണിംഗ് അല്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് കുറച്ച് അധികം ദിവസമായിട്ട് അധികം ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ക്ഷീണവും അതുപോലെ തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഫ് ഡേയിൽ കുറച്ച് ഉറക്കത്തിന് പ്രയോറിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് ഇപ്പോൾ ഞാൻ ഫ്രഷ് ആവുകയാണ്. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതോ ഓട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ചായ പിന്നെ മസ്റ്റാണ്. ചായ അല്ലെങ്കിൽ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും വേണം. അപ്പോൾ എന്തായാലും ഇന്ന് അധികം പണികളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. മുഴുവൻ പണിയായിട്ടൊരു ഓഫ് ഡേ തീർക്കുമ്പോൾ എനിക്ക് ആ ഒരു ഓഫ് ഡേ ഫീൽ ചെയ്യാത്ത പോലെ, റെസ്റ്റ് കിട്ടാത്ത പോലെയൊക്കെ തോന്നലുണ്ട്. അപ്പം ഇന്ന് എന്തായാലും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് അവിടെ ഇരുന്നിട്ട് വേണം എന്ത് വേണം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാനെന്ന് തീരുമാനിക്കാനായിട്ട്. ഫ്രിഡ്ജിൽ എന്തായാലും കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ച് കുറച്ച് മസാലയും നോർമൽ റൈസും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചിക്കൻ മസാല ഉണ്ടാക്കാൻ എന്തായാലും ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കണം. അപ്പം ഞാൻ ചിന്തിച്ചു, അതുകൊണ്ട് ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ബിരിയാണിക്ക് കിച്ചൺ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സുഖമുള്ള പരിപാടി ബിരിയാണിയാണ്. പക്ഷേ കിച്ചൺ കുറച്ച് ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതിൽ എന്തോ ഒരു വലിയ പണി ചെയ്ത പോലെ, ഒട്ടും തീരാത്തൊരു പണി ചെയ്ത പോലെയൊക്കെ തോന്നലുണ്ട്. ഇനിയിപ്പോൾ അരിയൊന്ന് കഴുകിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. അതാവുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഉള്ളിയൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനും അതുപോലെ അരി വേവിക്കാനും മാത്രമേ പണിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള പണികളൊന്നും ഇന്ന് ചെയ്യാനില്ല. എന്തായാലും ഫൈനൽ കലാപരിപാടി ആയിട്ടുള്ള ദമ്മിടലാണ് ഇനിയുള്ളത്. എല്ലാ കാര്യങ്ങളും വിചാരിച്ചതിനേക്കാളും ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് ഫ്രണ്ട് വിളിക്കുന്നത്. അവളിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ എത്തിയിട്ടുണ്ട്, അപ്പുറത്ത് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഒന്നും നോക്കാതെ ബർദുബായിലേക്ക് പോയി. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബുള്ള ആൾക്കാരാണ്. എവിടെങ്കിലും കുറച്ച് കാമായിട്ടുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പ്രിഫർ ചെയ്യുന്നത് അതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനേക്കാളും വലിയൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾ അടുത്തൊന്നുമില്ല. അതുകൊണ്ട് വന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ചധികം നേരം ഇവിടെയൊക്കെ നടന്നു. അങ്ങനെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.